എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രമേശ്. 10ാം സ്റ്റാൻഡേർഡിലെ പാഠപുസ്തകമായ കേരള പാഠാവലിയിലെ ആദ്യ പാഠമാണ് ലക്ഷ്മണ സാന്ത്വനം. ആ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കവിയെക്കുറിച്ചും കൃതിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. കവിത്രയത്തെ പ്രാചീന കവിത്രയമെന്നും ആധുനിക കവിത്രയമെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ത്രയം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്താണ് അർത്ഥം. ത്രയം എന്നാൽ 3 എന്നാണ് അർത്ഥം. പ്രാചീന കവിത്രയത്തിൽ വരുന്ന കവികൾ ആരാണെന്നറിയേണ്ടേ? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. പ്രാചീന കവിത്രയത്തിൽ പ്രധാനിയായ എഴുത്തച്ഛൻ്റെ യഥാർത്ഥ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് കരുതപ്പെടുന്നു. 16ാം നൂറ്റാണ്ടിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്തിനടുത്തുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപം തുഞ്ചത്ത് തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയ്ക്കു പുറമെ ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം, ദേവീ മാഹാത്മ്യം തുടങ്ങിയ കൃതികളും എഴുത്തച്ഛൻ്റേതെന്ന് കരുതപ്പെടുന്നു. ആദ്യ കാവ്യമായ വാൽമീകി രാമായണത്തിൻ്റെ മലയാള പരിഭാഷയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. രാമായണം എഴുതിയത് വാൽമീകിയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ആദ്യ കവി വാൽമീകിയാണെന്നും ആദ്യ കാവ്യം രാമായണമാണെന്നും നമുക്കറിയാം. അധ്യാത്മരാമായണം പ്രധാനമായും 7 കാണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരരാമായണം എന്നിങ്ങനെ 7 ഭാഗങ്ങളായിട്ടാണ് അധ്യാത്മരാമായണത്തെ തിരിച്ചിരിക്കുന്നത്. വാൽമീകി മഹർഷി ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ശ്ലോകരൂപത്തിൽ ശ്രീരാമകഥ രചിച്ചു എന്നാണ് ഐതിഹ്യം. 24,000 ശ്ലോകങ്ങളാണ് ഈ കൃതിയിൽ ഉൾപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലൊന്നായ ശ്രീരാമനാണ് രാമായണത്തിലെ പ്രധാന കഥാപാത്രം. അവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ബലരാമൻ, ഗൗതമബുദ്ധൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, കൽക്കി. ഇത്രയുമാണ് അവതാരങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇതിൽ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. അദ്ദേഹത്തെക്കുറിച്ചാണ് രാമായണത്തിലെ കഥയും. കോസല രാജ്യത്തെ അയോധ്യ നഗരം വാണിരുന്ന സൂര്യവംശ രാജാവായ ദശരഥന് 3 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. കൗസല്യ, കൈകേയി, സുമിത്ര. ഇതിൽ കൗസല്യയുടെ പുത്രനാണ് രാമൻ. സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണനും ശത്രുഘ്നുമാണ്. കൈകേയിയുടെ പുത്രൻ ഭരതൻ. എന്നിങ്ങനെ 4 മക്കളും 3 ഭാര്യമാരുമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ദശരഥന് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാഠസന്ദർഭം എന്താണെന്ന് നോക്കാം. അയോധ്യാപതിയായ ദശരഥൻ തൻ്റെ പുത്രനായ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതറിഞ്ഞ ദശരഥൻ്റെ മറ്റൊരു ഭാര്യയായ കൈകേയി ദശരഥൻ മുമ്പ് നൽകാമെന്ന് പറഞ്ഞിരുന്ന വരങ്ങൾ ആവശ്യപ്പെടുന്നു. അതായത് കൈകേയി വരം ആവശ്യപ്പെടുന്നത് മന്ദര എന്ന തൻ്റെ തോഴിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1. കൈകേയിയുടെ പുത്രൻ ഭരതനെ രാജാവായി വാഴിക്കണം. 2ാമത്തെ വരം രാമൻ 14 വർഷം വനവാസത്തിന് പോകണം എന്നായിരുന്നു. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ജീവിതത്തിൻ്റെ നശ്വരതകളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കുന്നതാണ് പാഠസന്ദർഭം. അപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാണ്ഡത്തിലെ
വിച്ഛിന്ന അഭിഷേകം എന്ന ഭാഗത്തെ രാമോപദേശമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. ഇനി നമുക്ക് പാഠഭാഗം എന്താണെന്ന് നോക്കാം. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും, എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും, സത്യമെന്നാകിലേ തൽപ്രയാസം തവ, യുക്തമതല്ലായികിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ, വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന, സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും, ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ, പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു, നിൽക്കുമോ യൗവനവും പുനരധ്രുവം, സ്വപ്നസമാനം കളത്രസുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ, രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഇന്ന് ഇത്രയും വരികളുടെ ആശയം നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് വളരെയേറെ കുപിതനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ വളരെയേറെ വാത്സല്യത്തോടെ വിളിക്കുകയാണ്. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം. വത്സ പ്രിയപ്പെട്ടവനെ, അതായത് വാത്സല്യമുള്ളവനെ. സൗമിത്രേ, സൗമിത്രേ എന്ന് പറഞ്ഞാൽ സുമിത്രയുടെ പുത്ര. സുമിത്രയുടെ പുത്രൻ ആരാണ്? ലക്ഷ്മണൻ. അപ്പോൾ ഇവിടെ ഒറ്റപ്പദം ചോദിക്കാം. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. ലക്ഷ്മണ കുമാരാ നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. മത്സരാദ്യം എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മദം, മോഹം, മാത്സര്യം തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത്? മത്സരാദ്യമെന്ന് പറയുന്നത്. വെടിഞ്ഞെന്നുടെ, വെടിഞ്ഞെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, എന്നുടെ വാക്കുകൾ. ശ്രീരാമൻ എന്താ പറയുന്നത്? അല്ലയോ പ്രിയപ്പെട്ട ലക്ഷ്മണകുമാര, നീ എൻ്റെ വാക്കുകളൊക്കെ കേൾക്കണം. എങ്ങനെയാണ് കേൾക്കേണ്ടത്? നിൻ്റെ ഉള്ളിലുള്ള മത്സരമെല്ലാം വെടിഞ്ഞ് ഉപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ കേൾക്കണം. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും, എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. മുന്നമേ, മുന്നോ എന്ന് പറഞ്ഞാൽ മുമ്പ്, തത്വമെന്ന് പറഞ്ഞാൽ പരമാർത്ഥം അഥവാ സത്യം. അപ്പം നിൻ്റെ ഉള്ളിലുള്ള സത്യമെല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഞാൻ നേരത്തെ തന്നെ നിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും, നിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനസ്സിലെപ്പോഴും എന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നെക്കുറിച്ച് നിൻ്റെ മനസ്സിലുള്ള സ്നേഹം പോലെ മറ്റാർക്കും തന്നെ ഇല്ല. അതായത് നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും തന്നെ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആരോട് പറയുന്നു? ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. പിന്നെന്താണ് പറയുന്നത്? നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായി യാതൊരു കാര്യവുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിർണയം, നിർണയം എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചയം, തീർച്ചയായും എനിക്ക് അറിയാം. എന്നാലും നീ എൻ്റെ വാക്കുകൾ കേൾക്കണം. നിന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും നീ എൻ്റെ വാക്കുകൾ കേൾക്കണം. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും, സത്യമെന്നാകിലേ തൽപ്രയാസം തവ,
യുക്തമതല്ലായികിലെന്തതിനാൽ ഫലം. ദൃശ്യമായുള്ള ഈ കാണുന്ന രാജ്യം, ദേഹാദി എന്ന് പറഞ്ഞാൽ എന്താ? ദേഹം തുടങ്ങിയവ. അപ്പോൾ ഈ കാണുന്ന രാജ്യം, ദേഹം തുടങ്ങിയവയും വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, നിശേഷ ധാന്യധനാദിയും ധാന്യവും ധനം തുടങ്ങിയവയുമെല്ലാം നമ്മൾ ഇന്ന് കാണുന്നത് നാളെ കാണണമെന്ന് ഇല്ല. സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായികിലെന്തതിനാൽ ഫലം. അതായത് ഇന്ന് നാം കാണുന്ന രാജ്യം, ശരീരം, ലോകം, ധാന്യം, ധനം തുടങ്ങിയവയൊക്കെ സത്യമാണെങ്കിലും അവ നമുക്ക് ഉപകാരപ്രദമല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താണ് ഫലം? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ഭോഗം എന്ന് പറഞ്ഞാൽ സുഖാനുഭവം. ക്ഷണപ്രഭാ ചഞ്ചലം. ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ് അർത്ഥം. ചഞ്ചലം, ഇളകുന്നത്. അതായത് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖങ്ങളെല്ലാം മിന്നൽ പോലെ ഇളകുന്നതാണ്. അതായത് മിന്നൽ പിണർ പോലെ ക്ഷണികമാണ്. വേഗേന നഷ്ടമായുസ്സു മോർക്ക നീ. വേഗത്തിൽ തന്നെ നശിക്കുന്നതാണ് നമ്മുടെ ആയുസ്. ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം അല്ലെങ്കിൽ ജീവൻ. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ജീവൻ, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങളും ജീവനുമെല്ലാം മിന്നൽ പിണർ പോലെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. വഹ്നി എന്ന് പറഞ്ഞാൽ എന്താ? തീ. സന്തപ്തം എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത. ലോഹം എന്ന് പറഞ്ഞാൽ ലോഹം അറിയാലോ, വെള്ളി, ഇരുമ്പ് അങ്ങനത്തെയൊക്കെയുള്ള ലോഹങ്ങളുണ്ടല്ലോ, അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോഹസ്താംബു ബിന്ദുന. അമ്പു എന്ന് പറഞ്ഞാൽ ജലത്തുള്ളി. സന്നിഫം എന്ന് പറഞ്ഞാൽ തുല്യം. മർത്യജന്മം മനുഷ്യജന്മം. ക്ഷണഭംഗുരം പെട്ടെന്ന്. ഭംഗുരം എന്ന് പറഞ്ഞാൽ നാശം. അതായത് ക്ഷണഭംഗുരം എന്താണ് മീനിങ്? പെട്ടെന്ന് നശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ മീനിങ്? അതായത് ചുട്ടുപഴുത്ത ഒരു ലോഹത്തിന് പുറത്ത് ഒരു ജലത്തുള്ളി വീഴുമ്പോൾ അതിന് എന്താണോ സംഭവിക്കുന്നത്, അതായത് ആ ജലത്തുള്ളിക്ക്, വെള്ളത്തുള്ളിക്ക് എന്താണോ സംഭവിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ജന്മവും. അത് പെട്ടെന്ന് തന്നെ നശിക്കുന്നതാണ്. ഒരു ജലത്തുള്ളി ചുട്ടുപഴുത്ത ലോഹത്തിന് പുറത്ത് വീണാൽ എന്താ സംഭവിക്കുന്നത്? അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു അല്ലേ? അതുപോലെ ഇന്ന് നാം കാണുന്ന നമ്മുടെ ഈ ജീവിതം, അതായത് മനുഷ്യജന്മം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. വഹ്നി സന്തപ്ത എന്ന് തുടങ്ങി ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഇത്രയും ലൈൻസ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആശയം നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ ലൈൻസിൻ്റെ മീനിങ് കൂടെ നോക്കിയേ. ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണ്. ശ്രവണം ചെവി. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക. ശ്രവണം ചെവി, ശ്രവിക്കുക കേൾക്കുക. അതായത് കണ്ണുകൾ കൊണ്ട് കേൾക്കുന്നവൻ. കണ്ണുകൾ കൊണ്ട് കേൾക്കുന്നതാരാണ്? പാമ്പ്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പ്. പാമ്പ് എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? കണ്ണുകൾ കൊണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പാമ്പിന് എന്ത് പേര് വന്നത്? ചക്ഷുശ്രവണൻ. ഗളം എന്ന് പറഞ്ഞാൽ കഴുത്ത്. ദർദുരം തവള. ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. അതായത് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് യാചിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലാഹി കാലമാകുന്ന അഹി. അഹി എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ്. അപ്പോൾ ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാലും അഹി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? പാമ്പ്. പരിഗ്രസ്തം വിഴുങ്ങുക. പരിഗ്രസ്തം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. ആലോല ചേതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. അതായത് നമ്മുടെ ഇളകുന്ന മനസ്സ്, അതായത് ചഞ്ചല ചിത്തർ. ഭോഗം എന്ന് പറഞ്ഞാൽ സുഖം. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ഈ ലോകം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തുള്ള ഈ മനുഷ്യർ ചഞ്ചല ചിത്തരായി, അതായത് മനസ്സൊരു ഉറപ്പില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചഞ്ചല ചിത്തരായി സുഖങ്ങൾ തേടിക്കൊണ്ടേ ഇരിക്കുന്നു. കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകം, ഈ ലോകം എന്ത് ചെയ്യുന്നു? സുഖങ്ങൾ തേടിക്കൊണ്ടേ ഇരിക്കുന്നു. ഒരിക്കൽ കൂടെ ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കൂ. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ആഹാരത്തിനായി യാചിക്കുന്നത് പോലെ
കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യുന്നു? ചഞ്ചലചിത്ര, അതായത് ഇളകുന്ന മനസ്സോടെ സുഖങ്ങൾ തേടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് ഈ ഇത്രയും ലൈനിൻ്റെ മീനിങ്. ഇത് നന്നായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചേക്കണം. ഇത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഇതിൽ നിന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. നെക്സ്റ്റ് ലൈൻ നോക്കിയേ. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം മെത്രയും അല്പകാലസ്ഥിത മൂർഖനീ. ഈ ലൈൻസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. പുത്രർ, പുത്രർ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കൾ അല്ലേ? പുത്രർ എന്ന് പറഞ്ഞാൽ മക്കൾ. മിത്രം, മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ. സംഗമം കൂടിച്ചേരൽ. എത്രയും അല്പകാലസ്ഥിതം ഓർക്കനീ, അല്പകാലത്തേക്ക് മാത്രം ഉള്ളതാണ്. അതായത് എന്താ അർത്ഥം? പുത്രർ മക്കൾ, സുഹൃത്തുക്കൾ, ഭാര്യ തുടങ്ങിയവയുള്ള ആ കൂടിച്ചേരൽ, ഇവരെല്ലാവരുമായി കൂടിച്ചേർന്നുള്ള ആ ജീവിതം എന്ന് പറയുന്നത് വെറും അല്പകാലത്തേക്ക് മാത്രമാണുള്ളതെന്ന് നീ ആലോചിക്കണം, അല്ലെങ്കിൽ നീ ഓർമ്മിക്കണം എന്നാര് പറയുന്നു? ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. പാന്തർ, പാന്തർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ. പെരുവഴി അമ്പലം എന്ന് പറഞ്ഞാൽ സത്രം. താന്തരായി, താന്തരം എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച്. വിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തുകൂടിയിട്ട് പിരിഞ്ഞു പോവുക, പിരിയും പോലെയും. നദ്യാം ഒഴുകുന്ന, നദ്യാം നദിയിലൂടെ ഒഴുകുന്ന. കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ തടി കഷ്ണങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചഞ്ചലം ഇളകുന്ന. ആലയം വീട്. സംഗമം കൂടിച്ചേരൽ. എന്താണ് ഇതിൻ്റെ മീനിങ്? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഇപ്പോൾ മുമ്പൊക്കെ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ പോലെ ബസ്സൊന്നുമില്ല, പിന്നെയോ കാൽനടയായിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു വരുമ്പോൾ നമുക്ക് എന്താണ്? ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ആ സമയത്ത് വഴിയിലൊക്കെ തങ്ങി വിശ്രമിക്കാനായിട്ടുള്ള ചില സത്രങ്ങളുണ്ട്. അതിനെയാണ് ഇവിടെ എന്തെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? പെരുവഴി അമ്പലം. പാന്തർ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ. യാത്രക്കാർ ക്ഷീണം അകറ്റാനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പെരുവഴി അമ്പലത്തിൽ, അതായത് സത്രത്തിൽ വന്ന് ഒത്തുകൂടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അവർ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ അവരുടെ യാത്ര തുടരുന്നു. അതുപോലെയും നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും ചഞ്ചലമാലയ സംഗമം എന്ന് പറഞ്ഞാൽ എന്താ? വീടുകളിലെ കൂടിച്ചേരൽ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. അതായത് വഴിയാത്രക്കാർ പെരുവഴി അമ്പലത്തിൽ വന്ന് വിശ്രമിച്ചിട്ട് പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ പോലെയും സ്ഥിരമായതല്ല നമ്മുടെ വീടുകളിലെ കൂടിച്ചേരലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം അല്ലേ? ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. അസ്ഥിര, അസ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉള്ളതല്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അസ്ഥിരയായത് എന്താണ്? ലക്ഷ്മി. അധ്രുവം മീനിങ് അസ്ഥിരം. ഇവിടെ എന്തൊക്കെയാണ് അസ്ഥിരം എന്ന് പറയുന്നത്? സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. മനുഷ്യരുടെ ഐശ്വര്യവും യൗവനവും സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. അതായത് എന്നും നമുക്ക് ഐശ്വര്യവും യൗവനവും എന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് 4 ലൈൻ കൂടെ നോക്കിയേ. സ്വപ്ന സമാനം കളത്ര സുഖം നൃണ മൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. സ്വപ്ന സമാനം, സ്വപ്നത്തിന് തുല്യം. സമാനം എന്ന് പറഞ്ഞാൽ തുല്യം. കളത്ര സുഖം, കളത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചു. കളത്രം എന്താണ് മീനിങ്? ഭാര്യ അല്ലേ? കളത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം ഭാര്യ. ഭാര്യയോടൊപ്പമുള്ള സുഖം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പമുള്ള ജീവിതം. നൃണ മനുഷ്യർക്ക്, നൃണ മനുഷ്യർക്ക്. അല്പമായുസ്, മനുഷ്യർക്ക് അവരുടെ ആയുസ്, ജീവിതം എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കാലത്തേക്ക് മാത്രം ഉള്ളതാണ്. നിരൂപിക്കുക, നിരൂപിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. ഭാര്യയോടൊപ്പമുള്ള ജീവിതം സ്വപ്നത്തിന് തുല്യമാണെന്നും മനുഷ്യർ അല്പ ആയുസ്സുക്കളാണെന്നും നീ ചിന്തിക്കുക ലക്ഷ്മണ. അല്ലയോ ലക്ഷ്മണ, നീ ഇതൊക്കെ ആലോചിക്കുക എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്.
രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. സഖി എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരൻ അല്ലേ? സഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാന്ന് ആരെ വിളിക്കുന്നു? ലക്ഷ്മണനെ വിളിക്കുന്നു. രാഗാദി, രാഗാദി എന്ന് പറഞ്ഞാൽ രാഗം, ദ്വേഷം, മദം, മാത്സര്യം, ലോഭം തുടങ്ങിയവ ചേരുന്നതിനാണ് എന്തു പറയുന്നത്? രാഗാദി. രാഗം എന്ന് പറഞ്ഞാൽ സ്നേഹം, ദ്വേഷം വെറുപ്പ്, മദം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, മാത്സര്യം മത്സരങ്ങൾ, ലോഭം അത്യാഗ്രഹം. സങ്കുലം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന, സംസാരം ലൗകിക ജീവിതം, നിരൂപിക്കുക ചിന്തിക്കുക. രാഗാതിസങ്കുലമായുള്ള, അതായത് രാഗം, ദ്വേഷം, മദം, മാത്സര്യം, ലോഭം തുടങ്ങിയവയെല്ലാം കൂടിച്ചേർന്ന ഈ ലൗകിക ജീവിതം, അതായത് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്താണ്? സ്വപ്നത്തിന് തുല്യമാണ്. സ്വപ്നത്തിന് തുല്യമായതാണ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതമെന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്. ജീവിതത്തിൻ്റെ നശ്വരതകളെക്കുറിച്ചാണ് ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നത്? കവി ശ്രീരാമനിലൂടെ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഇതിൻ്റെ ആശയം പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം പഠിക്കാം.